ചൂരൽമലയിൽ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സനോജ്, മനുഷ്യസാധ്യമായ എല്ലാ തെരച്ചിൽ നടപടികളും നമ്മൾ നടത്തുന്നു, യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നു. ഇപ്പോൾ മണ്ണിനടിയിലേക്ക് കൂടുതൽ സാന്നിധ്യമറിയാൻ, മണം പിടിക്കാൻ കഴിവുള്ള കടാവർ നായകളടക്കം ഇന്നിപ്പോൾ ചൂരൽമലയിലെ പരിശോധനയിൽ പങ്കുചേരുകയാണ്. തീർച്ചയായിട്ടും മനു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന സൈന്യത്തിൻ്റെ ഒപ്പം തന്നെ NDRF സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഇപ്പോൾ ഒരു ആൽബം, കല്യാണ ആൽബമാണ് ഇവിടെ നിന്നും ഇവർക്ക് കിട്ടിയതാണ്. ആ ആൽബത്തിൽ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധന്യ നിമിഷങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ആൽബത്തിലുള്ള ആരൊക്കെ ഇപ്പോൾ ഈ ഭൂമുഖത്തുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തതയില്ല. എന്തായാലും ഇത്തരത്തിൽ ഈ ഇന്നലെ തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ഈ മനുഷ്യൻ മണ്ണിൽ പുതഞ്ഞു കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ പ്രത്യേക പരിശീലനം സൃഷ്ടിച്ച കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായ തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചൂരൽമല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപക പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരിശോധന ഈ മേഖലയിൽ നിരവധി വീടുകൾ, ഈ പ്രദേശങ്ങളിലൊക്കെ പൂർണ്ണമായും ജനവാസ മേഖലയായിരുന്നു. ആ ജനവാസ മേഖലയിൽ നിരവധി മനുഷ്യൻ താമസിച്ചിരുന്ന വീടുകളായിരുന്നു. ആ വീടുകളൊക്കെ തന്നെ ഇപ്പോൾ പലതും മൺകൂനകളായി മാറിയിട്ടുണ്ട്. ചില വീടുകൾ ഈ ശക്തമായ കുത്തൊഴുകിയെത്തിയ ഈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി പത്രങ്ങളായി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രത്യേക പരിശീലനം സൃഷ്ടിച്ച കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോ വീടുകൾ, അതായത് മനുഷ്യർ ഇവിടെ താമസിച്ചിരുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഓരോ പ്രദേശങ്ങളിലും വ്യാപകമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വേദനാജനകമായ ചില രംഗങ്ങൾ കൂടി നമുക്ക് കാണേണ്ടി വരുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ സ്വപ്നമായിരുന്ന വിവാഹം, ആ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വളരെ പവിത്രതയോടുകൂടി സൂക്ഷിച്ചിരുന്ന ആ നിമിഷങ്ങളടങ്ങിയ ആൽബങ്ങൾ, അങ്ങനെ പലവിധ സാധനങ്ങൾ ഇങ്ങനെയുള്ള തെരച്ചിലിനിടയിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെയൊക്കെ ആരെങ്കിലും മണ്ണിൽ പൊതിഞ്ഞു കിടപ്പുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേക പരിശീലനം സൃഷ്ടിച്ച നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തിരച്ചിൽ വ്യാപകമായിരിക്കുന്നത്. ഒരു വശത്ത് ഇങ്ങനെ തിരച്ചിൽ നടക്കുമ്പോൾ മറുവശത്ത് തങ്ങളുടെ വീടുകൾ, അതായത് ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഇങ്ങനെ ഉരുൾപൊട്ടലിനിടയിൽ അവർ രക്ഷപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇവിടേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നതിനിടയിലാണ് തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിൽ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇവിടെ നടന്നത്. അവിടേക്ക് എത്തുകയായിരുന്നു. അടുത്ത ബുള്ളറ്റിനിലും അടുത്ത സമയങ്ങളിലുമൊക്കെ ഇപ്പോൾ ഇവിടേക്ക് വീണ്ടും മടങ്ങിയെത്തി തങ്ങൾ ഇന്നലകളിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ഉള്ള അതായത് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കുറച്ച് രേഖകളാണെന്ന് തോന്നുന്നില്ലേ അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു കവറൊക്കെ കിട്ടിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ദുരന്തം അവശേഷിപ്പിച്ചു പോയ ചില ബാക്കി പത്രങ്ങളാണത്. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായി ഒടുങ്ങുകയാണതെല്ലാം. അതെ, തീർച്ചയായിട്ടും മനു, അത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ബാക്കിയായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഷൈജു ഇപ്പോൾ അവിടേക്കാണ് പരിശോധന നടക്കുന്നത്. ഞാനിപ്പോൾ ഒരു വീടിൻ്റെ ഉൾഭാഗത്താണ് ഉള്ളത്. ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ കാണാൻ കഴിയുന്നത് അവരുടെ ഒരു ബെഡ്റൂമാണ് ഇത്. ആ ബെഡ്റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുക. പൂർണ്ണമായും മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ബെഡ്റൂം, ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെയായി ജീവിച്ച മനുഷ്യരുടെ ഭവനങ്ങളൊക്കെ തന്നെ, അവശേഷിക്കുന്ന ഭവനങ്ങളുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ്. കാരണം വീടെന്ന് പറയാൻ കഴിയുകയില്ല, പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ തിരുശേഷിപ്പുകളായി അവശേഷിക്കുന്ന ഈ ഇടങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഹൃദയം നുറങ്ങുന്ന കാഴ്ചകളാണ്.